ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥികൾ കൂടി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തുകയാണ്. വലിയ ചർച്ചകൾ UDF ക്യാമ്പിലുണ്ട്. കൺവെൻഷൻ ഗംഭീരമാക്കാനാണ് UDF സ്ഥാനാർത്ഥിയുടെയും UDF ക്യാമ്പിന്റെയും നീക്കം. KC വേണുഗോപാൽ അടക്കം നിലമ്പൂർ മണ്ഡലത്തിൽ എത്തുന്നുണ്ട് എന്നൊരു പ്രാധാന്യവുമുണ്ട്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്ക് വലിയ ആവേശമായി. മാത്രമല്ല പതിവ് രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളവിടെ കാത്തിരിപ്പുണ്ട്, നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ എന്നതൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും UDF ക്യാമ്പും കൺവെൻഷൻ വളരെ കളറാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിയൊഴുക്കുകൾ എന്തെങ്കിലും ഉണ്ടോ റോഷിപാൽ നിലമ്പൂരിൽ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലമ്പൂരിൽ AV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ പ്രവചനാതീതമാണ് മത്സരം ഇപ്പോൾ. കാരണം PV അൻവറിനെ സ്ഥാനാർത്ഥിയെ ആദ്യഘട്ടത്തിൽ നിന്നും UDF-ഓ LDF-ഓ പ്രതീക്ഷിച്ചിരുന്നില്ല. ഏത് മുന്നണിയുടെ വോട്ട് ബാങ്കിലാണ് PV അൻവർ വിള്ളൽ വീഴ്ത്തുക എന്ന ആശങ്ക മുന്നണിയുടെ പ്രധാന നേതാക്കൾക്കൊക്കെയുണ്ട്. കാരണം PV അൻവർ കഴിഞ്ഞ 9 വർഷം ജനപ്രതിനിധിയായി നിന്ന സ്ഥലമാണ്. ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ബന്ധം അത് വോട്ടായി മാറിക്കഴിഞ്ഞാൽ അത് വെല്ലുവിളിയാകുമോ എന്ന സംശയമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ഇരു മുന്നണികളും ആവിഷ്കരിക്കുന്നത്, പ്രത്യേകിച്ച് UDF നേതൃത്വം. കാരണം പ്രധാനമായും UDF നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇടത് സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ. സമാനമായ രാഷ്ട്രീയ ആയുധം തന്നെ PV അൻവർ പുറത്തെടുക്കുമ്പോൾ വോട്ട് ഭിന്നിക്കുമോ എന്നൊരാശങ്കയുണ്ട്. ഏതായാലും കൂടുതൽ നേതാക്കളെ കളത്തിലേക്ക് ഇറക്കാനുള്ള നീക്കം UDF ക്യാമ്പിന്റെ ഭാഗത്തുണ്ട്. അവസാന ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടെ ഇവിടെ പ്രചാരണത്തിനെത്തിക്കാനുള്ള ശ്രമവുമുണ്ട്. LDF-ഉം സമാനമായി തന്നെ മുഖ്യമന്ത്രി അടക്കം സജീവമായി പ്രചാരണ രംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. ഏതായാലും വോട്ട് PV അൻവർ ചോർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രത്തോളം വോട്ട് PV അൻവർ പിടിക്കും, അതാരുടെയൊക്കെ വോട്ടായിരിക്കും പിടിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. PV അൻവർ ഒരു ട്രോജൻ കുതിരയായി മാറിയാൽ ഒരു പക്ഷേ അത് കേരളത്തിലെ മുന്നണികളെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് മുന്നണികൾക്കകത്തും വലിയ പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ച് UDF-നാണ് അത് തലവേദനയായി മാറുക. ഇതൊക്കെ കണ്ടുകൊണ്ട് UDF-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് അടുത്ത ദിവസം തന്നെ ക്യാമ്പ് ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺകുമാർ. ഓക്കെ റോഷി, വരും ദിവസങ്ങളിലായിരിക്കും എന്തൊക്കെ തന്ത്രങ്ങളാണ് പയറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അതായത് ഇന്നേക്ക് 17-ാം ദിവസം നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഒരു 2 ആഴ്ച സമയം മാത്രമാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അത് പയറ്റാനും മുന്നണികൾക്കും ഒപ്പം സ്ഥാനാർത്ഥികൾക്കും ഒക്കെ സാഹചര്യവും സമയവും ഒക്കെ കിട്ടുക.